ദേവലക്ഷ്മി ഭാഗം 12. ചേട്ടൻ പറഞ്ഞോ? ചേട്ടൻ അവളെ അറിയാമെന്ന് മനസ്സിലായി. ചേട്ടൻ എങ്ങനെ അറിയാം അവളെ? ഇപ്പോൾ എവിടെയുണ്ട് അവൾ? ജിത്തു ചോദിച്ചു. ഞാൻ ആയതുകൊണ്ട് മയത്തിൽ ചോദിക്കുന്നു. ഇവനാണെങ്കിൽ ഒരു ദയയും പ്രതീക്ഷിക്കണ്ട. ചേട്ടൻ്റെ തടി കേടാവണ്ടെങ്കിൽ പറഞ്ഞോ സത്യങ്ങൾ ഓരോന്നായി. എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ, എനിക്കൊരു കുടുംബമുള്ളതാ. എനിക്ക് ഈ കുട്ടിയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അന്ന് എൻ്റെ മോൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ആയിരുന്നു. ബില്ലടയ്ക്കാൻ എന്തു ചെയ്യും എന്ന് കരുതി ഇരുന്നപ്പോഴാണ് ഒരു പെൺകുട്ടി ഒരു പൊടി എന്നെ ഏൽപ്പിച്ചത്. അത് ഈ പെൺകുട്ടിയുടെ ഡ്രിങ്ക്സിൽ ഇടണമെന്ന് പറഞ്ഞു. എൻ്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ അത് ആ ഡ്രിങ്കിൽ ഇടുകയും ചെയ്തു. അതെന്താണ് എന്നൊന്നും എനിക്കറിയില്ല സാർ. ഈ ജോലി ചെയ്തതിന് അവർ എനിക്ക് 10,000 രൂപ തരികയും ചെയ്തു. പിന്നെ ഞാൻ ആ കുട്ടിയെ കാണുന്നത് മറ്റൊരു റൂമിലേക്ക് ഫുഡ് സെർവ് ചെയ്യാൻ പോകുമ്പോൾ പേടിച്ച് ഓടി വരുന്നതാണ്. അതാണ് ഈ വിഷ്വലിൽ ഉള്ളത്. ആ കുട്ടിയുടെ പുറകെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. അയാൾ എന്നോട് ചോദിച്ചു, ഈ പെൺകുട്ടിയെ കണ്ടോ എന്ന്. ഞാൻ കണ്ടില്ല എന്ന് മറുപടി നൽകി. പിന്നെ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടേയില്ല. ഡാ, നീ ഇതുപോലെ മറ്റാർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ജിത്തു ചോദിച്ചു. എൻ്റെ പൊന്നു സാറന്മാരെ, ഞാൻ ഈ പെൺകുട്ടിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതും എൻ്റെ നിവൃത്തികേട് കൊണ്ട്. എന്താ സാർ, ആ കുട്ടി സാറന്മാരുടെ ആരെങ്കിലും ആണോ? എന്നൊരു മറുപടി മാത്രം അവർ നൽകി. ഇത് കേട്ട അവൻ ചോദിച്ചു, ആ മരുന്ന് തന്ന പെൺകുട്ടിയെ അറിയുമോ എന്ന്. അറിയാം സാർ. അവൾ ഇവിടെ VIP-കൾ വരുന്ന സമയത്തെ സ്ഥിരം കസ്റ്റമറാണ്. മറ്റേ തരക്കാരിയാണ് സാർ. അവളെ ഒന്ന് കാണാൻ പറ്റുമോ എന്നവൻ ചോദിച്ചു. അവൾ ഇന്ന് ഇവിടെ തന്നെ ഉണ്ട് സാർ. രാവിലെ 6 മണിക്കാണ് അവൾ തിരിച്ചു പോകാറ്. ഞാൻ കാണിച്ചു തരാം അവളെ. വെയിറ്റർ കാണിച്ചു കൊടുത്തതനുസരിച്ച് ജിത്തു അവളുടെ അടുത്തേക്ക് ചെന്നു. ഒന്ന് നിൽക്കുമോ, ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഇപ്പോഴാണെങ്കിൽ എനിക്ക് പറ്റില്ല, ഞാൻ ആകെ ടയേർഡാണ്. വൈകിട്ട് നോക്കാം എന്ന് അവൾ മറുപടി പറഞ്ഞു. ഇത് കേട്ട് ജിത്തു പറഞ്ഞു, അയ്യേ, ഞാൻ അത്രക്കാരനല്ല. എനിക്ക് ഒരാളെക്കുറിച്ചറിയണം, അത് ചോദിക്കാനാ എന്ന് പറഞ്ഞ് ആ വീഡിയോയിലെ പെൺകുട്ടിയെ കാണിച്ചു. ആ ഫോട്ടോ കണ്ടതും അവളുടെ കണ്ണുകൾ നിറയുന്നത് അവൻ ശ്രദ്ധിച്ചു. ഇവളെക്കുറിച്ചാണോ അറിയേണ്ടത്? വാ, നമുക്ക് അവിടെ ഇരിക്കാം. അവൾ ജിത്തുവുമായി ഗാർഡനിലേക്ക് പോയി. ജിത്തു ഫോൺ എടുത്ത് അവൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ശേഷം ഫോൺ പോക്കറ്റിലിട്ടു. അവൾ പറഞ്ഞു തുടങ്ങി, ഇവൾ എൻ്റെ കസിനാണ്. ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട പുരുഷന് ഇവളെയാണ് ഇഷ്ടമെന്നറിഞ്ഞപ്പോൾ സഹിച്ചില്ല. ആ ദേഷ്യത്തിന് ഞാൻ അവളെ എൻ്റെ ഫ്രണ്ടിന് കാഴ്ചവെച്ചു. എന്നാൽ അവൾ അവനെ തലയ്ക്കടിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു. പിന്നെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവളെ വീട്ടുകാർ റൂമിൽ പിടിച്ച് പൂട്ടിയിട്ടു. അവിടുന്ന് അവൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഞാൻ സ്നേഹിച്ച പുരുഷൻ തന്നെ എന്നെ വിവാഹം കഴിച്ചു. വിവാഹശേഷമാണ് ഞാൻ അറിയുന്നത് അയാളെപ്പോലെ ഒരു വൃത്തികെട്ടവൻ വേറെ ഇല്ല എന്ന്. അയാൾ പൈസയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയായ എന്നെ പലർക്കും കാഴ്ചവെച്ചു. അവളോട് ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് അവളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ക്ഷമിക്കണം. പാവമാ അവൾ, എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും. ഇനി നിങ്ങൾ അവളെ ഉപദ്രവിക്കരുത്. ഇതൊക്കെ പറയുമ്പോൾ ആ കണ്ണുകളിൽ നീർത്തിറക്കമുണ്ടായിരുന്നു. ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കളെക്കാളും എന്നെ നിസ്വാർത്ഥമായി സ്നേഹിച്ചത് അവളും മുത്തശ്ശനുമായിരുന്നു. ബാക്കി എല്ലാവർക്കും പണം മാത്രം മതി. അവളുടെ വാക്കുകളിൽ നിന്നും അവൾക്ക് ആ പെൺകുട്ടിയോട് ചെയ്തത് ഓർത്ത് നല്ല കുറ്റബോധം ഉണ്ടെന്ന് മനസ്സിലായി. എന്നാൽ ശരി സാർ, താമസിച്ചാൽ അതിനും ഇടിയും തൊഴിയും കൊള്ളണം ആ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞ് അവൾ പോയി. ജിത്തു ഫോൺ കട്ട് ചെയ്ത ശേഷം റൂമിലേക്ക് പോയി. ഗൗരി രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി അടുക്കളയിൽ പോയി ആൻറ്റിയെ സഹായിച്ചു. എന്നാൽ നീതു കുട്ടികളെയും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കത്തിലാണ്. ഗൗരി അടുക്കളപ്പണികളെല്ലാം ഒതുക്കി വന്നപ്പോഴും നീതു ഉറക്കത്തിൽ തന്നെയാണ്. ശേഷം ഗൗരി നീതുവിനെ കുത്തിപ്പൊക്കി ഫ്രഷാകാൻ വിട്ടു. ഡാ, നീ കേട്ടില്ലേ? അവളും നിന്നെപ്പോലെ
പണി കിട്ടി വന്നതാ, അതും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്നും. ഇനി ഇവിടെ നിന്നാലും നമുക്ക് ഇതിൽ കൂടുതൽ ഒരു ക്ലൂവും കിട്ടില്ല. അവൾ സേഫ് ആണ് എന്ന വിശ്വാസത്തിൽ നമുക്ക് തിരിച്ചു പോകാം എന്ന് ജിത്തു പറഞ്ഞു. ശരിയടാ, ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല. എന്നെങ്കിലും അവളെ സഹായിക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ അപ്പോൾ നോക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് തിരിക്കാം. എന്താ ഡാഡിയുടെ സർപ്രൈസ് എന്നറിയണ്ടേ എന്ന് അവൻ പറഞ്ഞു. പിന്നെ വേണം, ഞാനും ഇന്ന് നിന്റെ കൂടെ വീട്ടിലേക്കാ. സർപ്രൈസ് എന്താണെന്ന് എനിക്കും അറിയണം എന്ന് ജിത്തു പറഞ്ഞു. ശേഷം അവർ ഫ്രഷ് ആവാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഗൗരിയും നീതുവും കുട്ടികളുമായി വീടും പരിസരവുമൊക്കെ ചുറ്റി നടന്നു കണ്ടു. കൊട്ടാരം പോലൊരു വീട്, വീടിന് ചുറ്റും അതിമനോഹരമായി സെറ്റ് ചെയ്ത ഗാർഡൻ. ഡി ഗൗരി, എന്തുവാടി ഇത്? 3 പേർക്ക് താമസിക്കാനാണോ ഇത്രയും വലിയൊരു വീട് എന്നൊക്കെ നീതു ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ കുട്ടികൾ 2 ഉറങ്ങിയിരുന്നു. അവരെ കിടത്താനായി 2 പേരും അകത്തേക്ക് പോയി. ജിത്തുവും അവനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു. ഇങ്ങോട്ട് വന്നതുപോലെ 2 മാറിയും തിരിഞ്ഞും ഡ്രൈവ് ചെയ്തു. ബാംഗ്ലൂരിൽ എത്തിയപ്പോഴേക്കും ഏകദേശം 10 മണിയായിരുന്നു. ഈ സമയം ഗൗരിയും അങ്കിളും ആൻറ്റിയും ഹാളിൽ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നീതുവും കുട്ടികളും നേരത്തെ ഉറങ്ങിയിരുന്നു. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടത്. ശങ്കർ തൻ്റെ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്ന CCTV വിഷ്വൽസിൽ നോക്കി. എന്നിട്ടൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, മോളെ ഗൗരി, പോയി വാതിൽ തുറക്ക്. ശേഷം ഗൗരി വാതിൽ തുറന്നു. ഗൗരി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ പരിചയമില്ലാത്ത ഭാവത്തിൽ നോക്കി നിന്നു. എന്നാൽ അവൻ ഗൗരിയെ കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു. കാറ് പാർക്ക് ചെയ്തു വന്ന ജിത്തുവിൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. അപ്പോഴാണ് ഗൗരിയുടെ പുറകിൽ നിന്നും 2 വന്നോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ശങ്കറും നിത്യയും വരുന്നത്. മോളെ ഗൗരി, ആളെ മനസ്സിലായില്ലേ? ഇതാണ് അങ്കിളിൻ്റെ മകൻ ആദിദേവ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ നായകൻ മറ്റാരുമല്ല, ശങ്കറിൻ്റെ മകൻ ആദിയാണ്. ഇനി നമുക്ക് ആദിദേവിനെ കുറിച്ച് ഒന്ന് വിശദമായി അറിയാം. മുത്തശ്ശൻ്റെയും അച്ഛൻ്റെയും ബിസിനസ് കൂടാതെ സ്വന്തമായി ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെയുള്ളവൻ. AD ഇൻഡസ്ട്രീസ്, AD എഞ്ചിനീയറിംഗ് കോളേജ്, AD ഹോസ്പിറ്റൽ, AD മാൾ എന്നിങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ട്. ബിസിനസ് ലോകത്തെ ചെകുത്താൻ എന്നൊരു വിളിപ്പേരു കൂടിയുണ്ട്. ഇനി നമുക്ക് പ്രസൻറ്റിലേക്ക് വരാം. ദാ അവൻ്റെ പുറകിൽ നിൽക്കുന്നതാണ് ആദിയുടെ വാൽ, ജിത്തു. 2 കൂടിയാണ് ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നത്. നേരം ഇത്രയും ആയില്ലേ, മോള് പോയി ഉറങ്ങിക്കോ. നാളെ വിശദമായി ഇവരെ പരിചയപ്പെടാം. അങ്കിളിന് ഇവരുമായി ഒരു ബിസിനസ് കാര്യം ചർച്ച ചെയ്യാനുണ്ട്. ശേഷം ഗൗരി 2 നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവളുടെ മുറിയിലേക്ക് പോയി. എന്നാൽ ആദ്യം ജിത്തുവും പ്രേതത്തെ കണ്ട പോലെ അതേ നിൽപ്പു തന്നെയാണ് ഇപ്പോഴും. ശങ്കർ 2 പുറത്ത് ഓരോന്ന് കൊടുത്തപ്പോഴാണ് 2 സ്വബോധത്തിലേക്ക് വന്നത്. ഡാഡി, അത് അവളാ. എന്തുവാടാ പിച്ചും പെയ്യും പറയുന്നത്? ശരിക്കും ഡാഡി, 3 വർഷത്തിന് മുമ്പുള്ള ആ രാത്രിയിലെ പെൺകുട്ടിയാവൾ. അവളെന്താ ഇവിടെ? ജിത്തുവും ആദിയും ഒരേ സ്വരത്തിൽ ചോദിച്ചു. ഇവരുടെ ഈ ചോദ്യത്തിൽ നിന്നും ശങ്കറിന് മനസ്സിലായി, ഞാൻ അവളെ ഗൗരി എന്ന് വിളിച്ചതുപോലും 2 കേട്ടില്ല എന്ന്. മോനെ ആദിക്കുട്ട, നീയല്ലേ പറഞ്ഞത് നീ ആ പെൺകുട്ടിയെ കണ്ടില്ല എന്നും അവളുടെ കണ്ണ് മാത്രമേ കണ്ടു എന്ന് ശങ്കർ ചോദിച്ചു. അങ്കിൾ, ഞങ്ങൾ CCTV വിഷ്വൽസിൽ നിന്നും അവളുടെ ഫോട്ടോ എടുത്തിരുന്നു എന്ന് ജിത്തു പറഞ്ഞു. എന്നിട്ട് അന്ന് ഞാൻ കുട്ടിയുടെ ഫോട്ടോ ചോദിച്ചപ്പോൾ CCTV വിഷ്വൽസിൽ നിന്നും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? CCTV ഫുട്ടേജ് ഡിലീറ്റ് ആയിപ്പോയെന്ന് അല്ലേ എന്ന് ശങ്കർ ചോദിച്ചു. അതങ്കിൾ, ഇവന് പേടിയായിരുന്നു അങ്കിൾ അറിഞ്ഞാൽ അവളെ ഇവനെ കൊണ്ട് കെട്ടിക്കുമോ എന്ന്. അതാ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ജിത്തു പറഞ്ഞു. ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴോ ഇവരുടെ വിവാഹം കഴിഞ്ഞേനെ എന്ന് ശങ്കർ മനസ്സിൽ പറഞ്ഞു.
അല്ലടാ, നമ്മൾ അവളെ അന്വേഷിച്ച് എറണാകുളത്ത് ചെന്നപ്പോഴേക്കും ഇവൾ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതാവുമോ എന്ന് ജിത്തു ആദിയോട് ചോദിച്ചു. ഇത് കേട്ട് ശങ്കർ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ടൂറിനെന്ന് പറഞ്ഞ് എറണാകുളത്തേക്കാണോ പോയത്? അതെ ഡാഡി എന്ന് ആദി മറുപടി പറഞ്ഞു. അങ്കിൾ, ഇവന് ആ പെൺകുട്ടിയോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയതാ. എന്നിട്ട് കണ്ടോ എന്ന് ശങ്കർ ചോദിച്ചു. ഇല്ല ഡാഡി. ശേഷം ആ വെയിറ്റർ പറഞ്ഞ കാര്യങ്ങളും അയാൾ കാണിച്ചു കൊടുത്ത പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളും ശങ്കറിനോട് ആദി പറഞ്ഞു. എല്ലാം കേട്ട് ശങ്കർ തറഞ്ഞു നിന്നു. കാരണം ഗൗരി അമ്മു ആണ് തന്നെ ചതിച്ചത് എന്ന് ശങ്കറിനോട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അമ്മു ആണോ എൻ്റെ ഗൗരിമോളോട് ഈ ചതി ചെയ്തത്? ലച്ചുവിനോട് ആര് ചതി ചെയ്തെന്നാ ഡാഡി പറയുന്നത്? ഡാ, നീ കണ്ട് സംസാരിച്ചില്ലേ? അവളാണ് അമ്മു, ഗൗരിയുടെ കസിൻ. അവളുടെ നീചനായ ഭർത്താവാണ് ഗിരി. അപ്പോൾ ഡാഡി പറയുന്നത് ആ പെൺകുട്ടി എൻ്റെ ലച്ചു ആണെന്നാണോ എന്ന് ആദി ചോദിച്ചു. അതെ എന്ന് ശങ്കർ മറുപടി പറഞ്ഞു. ഇത്രയും നേരം അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ജിത്തു ചോദിച്ചു, അല്ല അങ്കിൾ, ഞങ്ങൾ അന്നത്തെ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചു തന്നില്ലല്ലോ. പിന്നെ എങ്ങനെ മനസ്സിലായി ലച്ചു തന്നെയാണെന്ന് ആ പെൺകുട്ടിയെന്ന്? അതൊക്കെ ഉണ്ട്, നാളത്തെ സർപ്രൈസ് കണ്ടാൽ മനസ്സിലാകും. എന്തായാലും ജിത്തു, നീ നാളത്തെ സർപ്രൈസ് കണ്ടിട്ട് പോയാൽ മതി. പിന്നെ ഗൗരിമോൾ അന്ന് സംഭവിച്ചതെല്ലാം ഞങ്ങളോട് പറഞ്ഞു. എന്തായാലും അവൾ ആദ്യം കണ്ടിട്ടില്ല. അവൻ്റെ പൂച്ചക്കണ്ണും നെഞ്ചിലായി പച്ച കുത്തിയ തൃശൂലവും മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും നീ ഇന്ന് കണ്ണാടി ഇട്ടിട്ട് വന്നതുകൊണ്ട് നിന്റെ കണ്ണ് അവൾ കണ്ടില്ല. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതുവരെ നീ ലെൻസ് വയ്ക്കുന്നതാ നല്ലത്. എന്നാലും ഡാഡി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിലും അവളുടെ പേര് മാത്രം മന്ത്രിക്കുന്ന എൻ്റെ ഹൃദയത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. അവളുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരം കീഴടക്കിയത് തെറ്റാണെന്നറിയാം. എന്നാലും അത് എൻ്റെ ലച്ചുവാണല്ലോ എന്നറിഞ്ഞപ്പോൾ എന്തോ ഒരാശ്വാസം തോന്നുന്നു. രണ്ടാളും ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ, ബാക്കിയൊക്കെ രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ശങ്കർ പോയി. എന്തായാലും ഇന്നത്തെ സർപ്രൈസ് പൊളിച്ചു. നാളത്തെ സർപ്രൈസ് എന്താണോ എന്തോ എന്നും പറഞ്ഞ് ജിത്തു ആദിയെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാളും പെട്ടെന്നുറങ്ങി. എന്നാൽ ഗൗരിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ദേവേട്ടനെ ആദ്യമായി കണ്ടതിൻ്റെ ഷോക്കിലായിരുന്നു അവൾ അപ്പോഴും. തുടരും.